4 പ്രതികളെ തിരുവനന്തപുരത്ത് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പിടികൂടിയിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തുവരികയാണ്. 4 CPIM പ്രവർത്തകർ പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത്. ഇ ഡി ഉദ്യോഗസ്ഥരെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിൽ നിന്ന് അവിടെ പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളായ 4 പേർ പിടിയിലായിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഷഫീദിലേക്ക് എത്താം. അല്പസമയം മുമ്പാണ് ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGP H. വെങ്കടേഷ് തിരുവനന്തപുരം പാളയത്തുള്ള CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. അവിടെ CPIM നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. പാർട്ടി ഓഫീസിൽ പ്രതികളുണ്ട് എന്ന നിലപാടാണ് പോലീസിൻ്റേത്. പക്ഷേ പാർട്ടി ഓഫീസിൽ കടന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ കൃത്യമായ തെളിവ് വേണം എന്ന നിലപാടാണ് CPIM നേതാക്കൾ സ്വീകരിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പാർട്ടി ഓഫീസിനുള്ളിൽ കടന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അതിനിടെ 4 പേർ പിടിയിലായിട്ടുണ്ടെന്ന വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഓൺ 24. 4 പ്രതികൾ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷന് സമീപം ഇ ഡി ഉദ്യോഗസ്ഥരെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതിയിൽ പരിശോധന പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 4 പേർ പിടിയിലായിട്ടുണ്ട് എന്ന വാർത്തയാണിപ്പോൾ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷഫീദിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 4 പ്രതികളെ പിടികൂടിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇത് CPIM നേതാക്കളും പോലീസും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ 4 പേർ പിടിയിലായിട്ടുണ്ട് എന്ന വാർത്ത വരുന്നുണ്ട്. പാർട്ടി ഓഫീസിൽ കടന്ന് ആരെയും പിടികൂടാൻ സമ്മതിക്കില്ല എന്ന് CPIM നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു. തെളിവുണ്ടെങ്കിൽ, ദൃശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നൽകിയാൽ അത് ആ നിലയിൽ പ്രതികളെ കൈമാറുന്നതിനോ ഒക്കെ തയ്യാറാണെന്നായിരുന്നു നേരത്തെ CPIM നേതൃത്വം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നു. ഷഫീദ്, 4 പ്രതികൾ പിടിയിലായിരിക്കുന്നു. 4 CPIM പ്രവർത്തകർ എവിടെ നിന്നാണ് എന്നത് സംബന്ധിച്ചൊക്കെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ടോ? ആരാണ് എന്നത് സംബന്ധിച്ചും വ്യക്തത വന്നിട്ടുണ്ടോ? ദിലീപ് കുമാർ, തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാം. ഇപ്പോൾ ഈ സംഘർഷ സമാനമായ സാഹചര്യത്തിൽ ഒരു കോംപ്രമൈസിംഗ് രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ 4 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മ്യൂസിയം പോലീസാണ് കസ്റ്റഡിയിലെടുത്തതെന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. 4 CPIM പ്രവർത്തകരെ ഏതാണ്ട് ഈ ബേക്കറി ജംഗ്ഷൻ ഭാഗത്ത് നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു എന്ന തരത്തിലേക്കുള്ള സൂചനകളും വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതാണ്ട് 2 മണിക്കൂർ സമയം പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പോലീസും അതേപോലെ CPIM പ്രവർത്തകരും പ്രതിരോധിച്ചിരുന്നത്. പാർട്ടി ഓഫീസിൽ കയറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് CPIM അതേപോലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാതെ മടങ്ങില്ല എന്ന് പോലീസും നിലപാടെടുത്തു. ഇതോടുകൂടിയാണ് ഒരു സെറ്റിൽമെന്റിലേക്ക് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP അടക്കം നേരിട്ടെത്തി അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. എങ്ങനെയാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരിച്ച വിവരം വരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.